മുണ്ടക്കൈ പുനരധിവാസത്തിൽ സർക്കാർ പദ്ധതിക്കെതിരെ ദുരന്തബാധിതർ 5 സെന്റും വീടും അപ്രായോഗികമാണ്. ടൗൺഷിപ്പിന് പുറത്തുള്ളവർക്ക് 15 ലക്ഷം എന്നതും സ്വീകാര്യമല്ല. ദുരന്തബാധിതരെ വിശ്വാസത്തിലെടുക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ പറഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിൽ 2-3 കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കില്ല. കാരണം 5 സെൻറ്റ് സ്ഥലം കൽപ്പറ്റയിൽ അത് അംഗീകരിക്കില്ല. ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് തന്നെ ഞങ്ങൾ ഇന്നലെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് യോഗം കൂടി ഞങ്ങൾ ജനകീയ ദുരന്ത ബാധിത കമ്മിറ്റി, ആക്ഷൻ കമ്മിറ്റി ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. രണ്ടാമത് 15 ലക്ഷം രൂപ പറഞ്ഞാൽ അത് പ്രായോഗികമല്ലാത്ത കാര്യം. 15 ലക്ഷത്തിന് ഒരു വീടും സ്ഥലം എവിടെയും കിട്ടില്ല. കാരണം അതിൽ രജിസ്റ്റർ കൂലി തന്നെ 1.5 ലക്ഷം റുപ്യേൻ്റെ മുകളിൽ വരും, എഴുത്തുകൂലി വേറെയും വരും. ഈ 15 ലക്ഷത്തിൽ 1.5 ലക്ഷം റുപ്യ പോയാൽ ബാക്കി എന്താണ്? അതുകൊണ്ട് ഈ കാര്യം ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഫൈസൽ നെടുമ്പാല വിവരങ്ങളുമായി ചേരുന്നു. ഫൈസൽ, ഈ സംസാരിച്ച ആളാരാണ്? അജിംസ്, ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് മുണ്ടക്കൈയിൽ വീട് നഷ്ടപ്പെട്ട കുടുംബം, അമ്മയെ ഉൾപ്പെടെ നഷ്ടപ്പെട്ട വിജയൻ മഠത്തിൽ എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. കഴിഞ്ഞ ദിവസം മുണ്ടക്കൈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നു. 2 ഇടങ്ങളിലായി ടൗൺഷിപ്പ് നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. അത് ഒന്ന് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റും അതുപോലെ നെടുമ്പാലയിലെ HML ഭൂമിയുമാണ് 2 ഇടങ്ങളിലായി കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ പറഞ്ഞിട്ടുള്ള പദ്ധതി പ്രകാരം എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഭൂമി വെക്കുന്ന ആൾക്ക് 5 സെന്റ് സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റ് വീടും എന്നുള്ളതാണ്. നെടുമ്പാലയിൽ വീട് വെക്കുന്ന ആളുകൾക്ക് 10 സെന്റ് സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റ് വീടും എന്നുള്ളതാണ്. നിലവിൽ ഈ കൽപ്പറ്റയിലെ 5 സെന്റ് സ്ഥലം എന്നുള്ളത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് മുണ്ടക്കൈയിലെ എല്ലാവരും പറയുന്നത്. കാരണം 5 സെന്റ് സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കുമ്പോൾ ബാക്കി എത്രത്തോളം സ്ഥലം ബാക്കി ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്ന ഒരു കാര്യമാണ്. മുണ്ടക്കൈ ചുരമല എന്ന് പറയുന്ന ഒരു പ്രദേശം തന്നെ ഒരുപാട് സ്ഥലം, വലിയ 20 സെന്റ് ഉൾപ്പെടെ സ്ഥലത്ത് വീട് വെച്ച് വലിയ സൗകര്യത്തോടു കൂടി താമസിച്ച ഒരു ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ വലിയ ദുരിതം നേരിട്ട് കൊണ്ട് വീണ്ടും ഇത്തരത്തിൽ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് താമസം മാറുക എന്നുള്ളത് അവരെ കൂടുതലായിട്ട് ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിടും എന്നുള്ളത് തന്നെയാണ് ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഈ സർക്കാർ പ്രഖ്യാപിച്ച 2 ഇടങ്ങളിലും ഭൂമി വേണ്ടാതെ പുറത്തു പോകുന്ന ആളുകൾക്ക് 15 ലക്ഷം രൂപ നൽകും എന്നുള്ളതാണ് പറഞ്ഞത്. ഇതും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. കാരണം നിലവിലുള്ള നമുക്ക് ഭൂമിയുടെ വില വെച്ച് നോക്കുകയാണെങ്കിൽ 15 ലക്ഷം രൂപയ്ക്ക് ഒരു സ്ഥലം മേടിച്ച് വീട് വെക്കുക എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതിപ്പോൾ അത്തരത്തിൽ 15 ലക്ഷം രൂപ മാത്രം കൊടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ വേണ്ടാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ നിലവിൽ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചതിന് പുറത്തു പോകുന്ന ആളുകൾക്ക് ഈ തുക കൊടുത്താൽ പോരാ എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഉള്ള എല്ലാവരും മുണ്ടക്കൈ ദുരന്തബാധിതരായിട്ടുള്ള എല്ലാവരും കഴിഞ്ഞ 5 മാസക്കാലമായിട്ട് വാടക വീടുകളിലാണ് താമസിക്കുന്നത്. ഈ പറയുന്ന ആളുകൾക്കൊന്നും കൃത്യമായിട്ടുള്ള ഒരു വരുമാനം, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ, അല്ലെങ്കിൽ സ്വന്തം ചെലവിൽ കഴിയാവുന്ന ഒരു സാഹചര്യത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു 5 സെന്റ് ഭൂമിയിൽ 1000 സ്ക്വയർ ഫീറ്റ് വെച്ച് വീട് വെച്ച് പോകുമ്പോൾ അവർക്കൊരു തൊഴുത്ത് കെട്ടിയിട്ട് ഒരു പശുവിനെ വളർത്താനുള്ള സ്ഥലം പോലും ഉണ്ടാകില്ല. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തുന്നതിനുള്ള ഒരു മാർഗം കൂടി ഇതിൽ കാണിക്കണം എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പരിമിതി വരുമ്പോൾ ഇത്തരത്തിൽ അവർക്ക് കൂടുതലായിട്ട് ഒന്നും തന്നെ ഈ ഭാഗത്ത് ചെയ്യാൻ കഴിയില്ല. മറ്റൊരു കാര്യം, ഈ പറയുന്ന ആളുകൾക്കൊക്കെ തന്നെ ഒരു വരുമാന മാർഗം കൂടി, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് കൂടുതൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കണം എന്നുള്ളത് കൂടിയാണ് ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത്. ഇന്ന് 11 മണിക്ക് റവന്യൂ മന്ത്രി കൽപ്പറ്റ കളക്ട്രേറ്റിൽ പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ആക്ഷൻ സമിതി അംഗങ്ങൾ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ഇവരെ കേൾക്കാതെയാണ്, ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെ കേൾക്കാതെയാണ് നിലവിൽ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെ കേൾക്കാനുള്ള ഒരു സന്മനസ്, അല്ലെങ്കിൽ കേട്ടതിന് ശേഷം മാത്രം കൂടുതൽ പ്രഖ്യാപനങ്ങളിലേക്ക് പോകണം എന്നുള്ളതാണ് ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ പറയുന്നത്. മറ്റൊരു കാര്യം, 5 മാസം കഴിഞ്ഞു. 5 മാസം കൃത്യമായിട്ട് പറഞ്ഞാൽ ഡിസംബർ 30-ാം തീയതിക്ക് 5 മാസം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ ഇവരെ ദുരിതത്തിലേക്ക് നയിക്കാതെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെ കേട്ടുകൊണ്ട് അധികം വൈകാതെ തന്നെ ടൗൺഷിപ്പ് പൂർത്തിയാക്കി, അല്ലെങ്കിൽ അവർക്ക് വീടുകളിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്നുള്ളത് കൂടി പറയുന്നു. മറ്റൊരു കാര്യം, പുത്തുമല ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നെടുമ്പാലയുടെ തൊട്ടടുത്തായിട്ടുള്ള മുക്കിൽപീടിക എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ദുരന്തബാധിതരുടെ പുത്തുമല പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള അവിടെ പുനരധിവാസം നടന്നത്. അന്നും ഇതുപോലെ സമാനമായ രീതിയിൽ ടൗൺഷിപ്പുമായി
ബന്ധപ്പെട്ട് കൃത്യമായ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ അവർക്ക് കിട്ടിയതാണ്. അവിടെ ഹെൽത്ത് സെന്റർ ഉണ്ടായിരുന്നു, അംഗൻവാടി ഉണ്ടായിരുന്നു, കളിസ്ഥലം ഉണ്ടായിരുന്നു. ഈ പറയുന്ന എല്ലാ ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് പോലെ തന്നെ അന്നും വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ പുത്തുമലയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുത്തുമലക്കാരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർ താമസിക്കുന്ന വീടുകളിൽ, ചോർന്നൊലിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥയിലേക്കാണ് പുത്തുമലക്കാർ പോയിട്ടുള്ളത്. അവിടെ അംഗൻവാടി ഇല്ല, ഹെൽത്ത് സെന്റർ ഇല്ല, മറ്റ് സൗകര്യങ്ങളൊന്നും തന്നെ അവർക്ക് വീട് കിട്ടി എന്നതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും തന്നെ പുത്തുമല ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം കിട്ടിയില്ല. ഈ പുത്തുമലയ്ക്ക് തൊട്ടടുത്താണ് മുണ്ടക്കായ് ചൂരൽമല. അവർ കൃത്യമായി പുത്തുമലക്കാരുടെ പുനരധിവാസം കണ്ടു വന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു ആശങ്കയുണ്ട്. 6 മാസത്തിനകം നടപ്പാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ 3 വർഷം എടുത്തിട്ടാണ് പുത്തുമല ദുരന്ത ബാധിതർ 52 വീടുകൾ അവർ പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് 500-ലധികം വീടുകളാണ് ചൂരൽമല മുണ്ടക്കായ്ക്കാരെ സംബന്ധിച്ചിടത്തോളം 500-ലധികം വീടുകളാണ് അവർക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എത്തരത്തിൽ ഈ പ്രഖ്യാപനങ്ങൾ മാത്രമാവാതെ എത്രയും വേഗം നടപ്പാക്കണമെന്നുള്ള വലിയ തരത്തിലുള്ള ഒരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. ഇനിയും അവരെ കേൾക്കാതെ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ തീരുമാനമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കൃത്യമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് നിലവിൽ ആക്ഷൻ കമ്മിറ്റി നമ്മോട് പറയുന്നത്. അജിംസ്, ദുരിതബാധിതരെ വിശ്വാസത്തിലെടുത്ത് വേണം പദ്ധതികൾ നടപ്പാക്കാനെന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാറിന്റെ അഭിപ്രായം. 15 സെന്റ് സ്ഥലമെങ്കിലും അവർക്ക് റിക്വയർ ചെയ്യണം 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്നുള്ള രീതിയിൽ. അപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് വീട് സർക്കാർ അംഗീകരിച്ചു. ഇന്ന് പ്രഖ്യാപിച്ചതിൽ 2 തരത്തിലാണ് ഭൂമി കൊടുക്കുന്നത്. ഒന്ന് 10 സെന്റും ഒന്ന് 5 സെന്റും എന്ന്. അപ്പോൾ 5 സെന്റ് സ്ഥലവും അതിൽ 1000 സ്ക്വയർ ഫീറ്റ് വീടും വന്നാൽ പിന്നെ എത്ര സ്ഥലം അതിനകത്ത് ബാക്കി ഉണ്ടാകും എന്നുള്ളത് നമുക്കൊരു പൊതുധാരണയിലുണ്ട്. അങ്ങനെ വളരെ ഇടുങ്ങി നിൽക്കേണ്ട ആളുകളായിരുന്നില്ല അവർ കുറച്ചുകൂടി നല്ല രീതിയിൽ ജീവിച്ച ആളുകളാണ്. അതുകൊണ്ട് അവർ കുറച്ചുകൂടി ഭൂമി കിട്ടുമെന്ന് അവർ പ്രതീക്ഷ. അതിലവർ നിരാശരാണ്. ആ നിരാശ അവർ നമ്മളോടും പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്ന്. അവർക്കുള്ള കൃഷിനാശത്തെക്കുറിച്ച് എന്താണ് സർക്കാരിൻ്റെ തീരുമാനം, അവർക്ക് നഷ്ടപ്പെട്ട ഭൂമിയെക്കുറിച്ച് എന്താണ് തീരുമാനം. അപ്പം നല്ല രീതിയിലുള്ള ഭൂമി നഷ്ടപ്പെട്ട ആളുകളുണ്ട്, ഉപജീവന മാർഗം നഷ്ടപ്പെട്ട ആളുകളുണ്ട്.